എല്ലാവർക്കും വിൻബക്സിലേക്ക് സ്വാഗതം. ഡിയർ വിൻബക്സ് കാറ്റലിസ്റ്റ്, ജോയിനിങ്, വാലറ്റ് ആഡിങ്, വിഡ്രോവൽ, റെഫറൽ പോലെയുള്ള പ്രോസസ്സുകൾ പരിശോധിക്കുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണിത്. നമ്മുടെ ഈ വിൻബക്സ് പ്രോഗ്രാമിലേക്ക് റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസുകൾ ആദ്യം ഫർണിഷ് ചെയ്യണം. ഫുൾ നെയിം കൊടുക്കണം. റെഫറൽ ID ബൈ ഡിഫോൾട്ട് അവിടെ ഉണ്ടാവും, അത് ഡിലീറ്റ് ആവാതെ സൂക്ഷിക്കുക. നമ്മുടെ കൺട്രി വിത്ത് കോഡ് നൽകുക, മൊബൈൽ നമ്പർ നൽകുക, യൂസർ നെയിം നമുക്ക് നമ്മുടെ പേരല്ലാത്ത മറ്റേതെങ്കിലും പേരുകൾ നമുക്ക് നൽകാവുന്നതാണ്. ഇമെയിൽ ID കൊടുക്കുക. പാസ്വേഡ് 2 പ്രാവശ്യം നൽകിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിലിലേക്കാണ് ഒരു OTP വരുന്നത്. ആ OTP കൂടെ നൽകിക്കൊണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. നമ്മൾ അൺപെയ്ഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് എത്തും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു വർക്കിംഗ് ഇമെയിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമാണ്. കാരണം നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും അത് OTPയിലൂടെയാണ് വെരിഫൈ ചെയ്യുന്നത്. എല്ലാ കമ്മ്യൂണിക്കേഷനും നമ്മുടെ രജിസ്റ്റേർഡ് മെയിലിലേക്കായിരിക്കും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വർക്കിംഗ് ആയ ഒരു ഇമെയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് അൺവെരിഫൈഡ് എന്നുള്ള സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയിലേക്ക് പേയ്മെൻ്റ് ആണ് അയക്കേണ്ടത്. അപ്പോൾ ഈ അൺവെരിഫൈഡ് സ്റ്റാറ്റസിൻ്റെ കീഴെ പേ $77 എന്നുള്ള ഒരു ബട്ടണുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ കമ്പനിയുടെ വാലറ്റിൻ്റെ ഒരു QR കോഡും ആ വാലറ്റ് അഡ്രസ്സും നമുക്കവിടെ ലഭിക്കും. അതിൽ നമ്മൾ വാലറ്റ് അഡ്രസ്സാണ് കോപ്പി ചെയ്തെടുക്കുന്നത്. അത് കോപ്പി എടുത്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് അയക്കുന്നതിന് നമുക്ക് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളോ ക്രിപ്റ്റോ വാലറ്റോ ഉപയോഗിക്കാം. ഇവിടെ ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ക്രിപ്റ്റോ വാലറ്റിൽ നിന്നാണ് കമ്പനിയിലേക്ക് അയക്കേണ്ട $77 USDT BEP20 നെറ്റ്വർക്കിലുള്ളതാണ് അയക്കേണ്ടത്. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തു. അതിനകത്തുനിന്ന് USDT BEP20 നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ സെൻഡ് ഓപ്ഷനിൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തെടുത്ത വാലറ്റ് അഡ്രസ്സ് നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം $77 എന്നിവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് കൺഫേം ചെയ്യുന്നു. കൺഫേം ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്രീൻ വന്നു. നിങ്ങളത് ഉറപ്പുവരുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ കൺഫേം ചെയ്യുമ്പോൾ ആ പേയ്മെൻറ്റ് അവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നു. അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ $77 അവിടെ പോയി കംപ്ലീറ്റ് ആയി എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നു. നമുക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. അതിനുശേഷം ഇതൊരു ഐഫോണിൽ നിന്നുള്ള പിക്ചർ ആയതുകൊണ്ടാണ് VON ബ്ലോക്ക് എക്സ്പ്ലോറർ എന്ന് കാണുന്നത്. ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നിന്നാണെങ്കിൽ മോർ ഡീറ്റെയിൽസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു BSC സ്കാൻ റിപ്പോർട്ടാണ് ഇവിടെ കാണുക. അവിടെയും ആ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ട്രാൻസാക്ഷൻ സക്സസ് എന്നുള്ളൊരു കാണിക്കും. സക്സസ് എന്നുള്ള കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ കാണുന്ന ട്രാൻസാക്ഷൻ ഹാഷ് അതിൻ്റെ ലാസ്റ്റായിട്ട് നമുക്കത് കോപ്പി ചെയ്തെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 സ്ക്രീൻഷോട്ടുകൾ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വീണ്ടും കമ്പനിയുടെ സൈറ്റിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ നമ്മുടെ QR കോഡിൻ്റെ ആ ഒരു സ്ക്രീനിൽ നിന്നും അവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തെടുത്ത ട്രാൻസാക്ഷൻ ഹാഷ് നമ്മുടെ കയ്യിലുണ്ട്. അത് അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചാൽ അവിടെ പേസ്റ്റ് ആക്കാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാറ്റസ് അൺവെരിഫൈഡ് ആവും. അപ്പോൾ അൺവെരിഫൈഡ് എന്നുള്ള ആ ഒരു സ്ക്രീനിൽ മൊത്തം നമ്മുടെ ട്രാൻസാക്ഷൻ ഹാഷ് അടക്കമുള്ള ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3 സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇനി ഈ 3 സ്ക്രീൻഷോട്ടുകളും കമ്പനിയുടെ ഇമെയിൽ ID ആയ info@winbucks.io എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് നമ്മുടെ മെയിലിൽ നിന്ന് നമ്മൾ അയച്ചു കൊടുത്ത് കമ്പനി അത് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആവുക. അതിന് അല്പസമയം എടുക്കും. അങ്ങനെ ആക്റ്റീവായ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് ആദ്യമായി വെൽക്കം ബോണസ് ആയിക്കൊണ്ട് കണക്ട് ഇൻകം $13.75 വന്നുകൊണ്ടാണ് നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആവുന്നത്. നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആയതിനു ശേഷം നമ്മുടെ ഡാഷ്ബോർഡുകൾ മുഴുവനായിട്ട് നമ്മുടെ എല്ലാ മെനു ഓപ്ഷൻസും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവുകയും ചെയ്യാം. വിൻബക്സിൽ പേയ്മെൻറ്റ് നൽകുന്നതും നമുക്ക് വരുമാനം ലഭിക്കുന്നതും USDT എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വരുമാനങ്ങൾ പിൻവലിക്കുന്നതിനായി ഒരു ക്രിപ്റ്റോ വാലറ്റ് അവിടെ നൽകേണ്ടതുണ്ട്. അത് ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ നിന്നോ ഒരു ക്രിപ്റ്റോ വാലറ്റിൽ നിന്നോ USDT BEP20 നെറ്റ്വർക്കിലുള്ള അഡ്രസ്സാണ് നൽകേണ്ടത്. നമ്മളിവിടെ നൽകാൻ പോകുന്നത് ട്രസ്റ്റ് വാലറ്റിൽ നിന്നുള്ള USDT BNB സ്മാർട്ട് ചെയിൻ നെറ്റ്വർക്കിലുള്ള ഒരു അഡ്രസ്സാണ് നൽകാൻ പോകുന്നത്. അതിനായി ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തു.
അതിൽ USDT എന്നുള്ള ടോക്കൺ ക്ലിക്ക് ചെയ്തു. അവിടെ 2 ഓപ്ഷൻ കാണുന്നുണ്ട്, സെൻഡ്, റിസീവ്. നമുക്ക് നമ്മുടെ വരുമാനം നമ്മൾ റിസീവ് ചെയ്യാൻ പോകും. അപ്പോൾ റിസീവിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. റിസീവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്ക്രീൻ ഓപ്പൺ ആയി. അവിടെ USDTയുടെ QR കോഡ് കാണുന്നുണ്ട്. അതിന്റെ താഴെ അത് കോപ്പി ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ കോപ്പി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കോപ്പിയായി. നമ്മൾ ഇത് ക്ലോസ് ചെയ്തിട്ട് നേരെ സൈറ്റിലേക്ക് പോയി. സൈറ്റിൽ ഡാഷ്ബോർഡിന് താഴെ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് നമുക്ക് അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. അതിന്റെ താഴെ ഭാഗത്തായിട്ട് ആഡ് എ വാലറ്റ് എന്ന് പറയുന്നത് പ്ലസ് ചിഹ്നമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ടൈറ്റിലും അതുകൊണ്ട് വാലറ്റ് അഡ്രസ്സും പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ആ ടൈറ്റിലിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഇത് ഏത് വാലറ്റ് ആണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി ട്രസ്റ്റ് വാലറ്റ് എന്ന് കൊടുക്കുക. അതിന്റെ താഴെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് ചേഞ്ചസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് അവിടെ ആക്സെപ്റ്റ് ആയി. ഈ കമ്പനി 24 മണിക്കൂർ കഴിയും അതിനകത്ത് പരിശോധിച്ച് ഉറപ്പുവരുത്താനായിട്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബട്ടൺ വിഡ്രോവലിന്റെ ബട്ടൺ ഗ്രീൻ ആവും. വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കാനുള്ള ബട്ടൺ ഗ്രീൻ ആവുന്നതോടുകൂടി നമുക്ക് വിഡ്രോവൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. വിൻബക്സിൽ നിന്ന് മിനിമം $10 മുതൽ നമുക്ക് പിൻവലിക്കാം. അപ്പൊ നമ്മുടെ വാലറ്റ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വിഡ്രോവൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ന്യൂ വിഡ്രോവൽ റിക്വസ്റ്റ് എന്നുള്ള ബട്ടൺ ഗ്രീൻ ആവും. അപ്പോൾ നമ്മളൊരു വിഡ്രോവൽ എടുക്കുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കൺഫർമേഷൻ ചോദിക്കുന്നു. അപ്പോൾ ഒരു OTP നമ്മുടെ മെയിലിലേക്ക് വരുന്നു. ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് നൽകി കഴിഞ്ഞാൽ അത് വെരിഫൈഡ് ആവും. വെരിഫൈഡ് ആയതിനു ശേഷം നമുക്ക് എമൗണ്ട് സെലക്ട് ചെയ്യാം. എമൗണ്ട് എത്ര വേണമെങ്കിൽ ഫ്രാക്ഷൻസ് ഇല്ലാതെ ഫുൾ ഫിഗർ ആണ് നൽകേണ്ടത്. 10, 11, 15 അങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക. അത് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ നൽകിയ വാലറ്റ് അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഡൗൺ ആരോ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും അത് തെളിഞ്ഞു വരിക. അത് തെളിഞ്ഞതിന് ശേഷം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ വാലറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പല ക്രിപ്റ്റോ വാലറ്റുകളും അവിടെ നൽകാൻ പറ്റും. അങ്ങനെ നമ്മുടെ വാലറ്റ് സെലക്ട് ചെയ്തു, കൺഫേം ചെയ്തതോടെ നമ്മുടെ റിക്വസ്റ്റ് അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി മിനിമം ഒരു 2 hours മുതൽ 24 hours നമുക്ക് ഈ പേയ്മെന്റ് ലഭിക്കും. മാക്സിമം കമ്പനി പറയുന്ന സമയം 72 hours ആണെങ്കിലും ആ സമയത്തിനുള്ളിൽ മിക്കവാറും പേയ്മെന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ പേയ്മെന്റ് വരുമ്പോൾ നമുക്ക് മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വരുന്നുണ്ട്. നിങ്ങളുടെ പേയ്മെന്റ് ആക്സെപ്റ്റ് ആയി. അതിനുശേഷം നിങ്ങളുടെ വാലറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് അവിടെ ക്രെഡിറ്റ് ആയി കാണാം. അപ്പോൾ അത് ക്രെഡിറ്റ് ആകുമ്പോൾ നമുക്ക് 10% ഡിഡക്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ വിഡ്രോവൽ ഏർണിങ്സ് ആയിട്ട് നൽകുന്നതെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഒരു ട്രാൻസാക്ഷൻ ചാർജ് ഉണ്ടാവും. അത് $10നും $100നും തുല്യമായ ട്രാൻസാക്ഷൻ ചാർജ് ആയതുകൊണ്ട് ആദ്യത്തെ തവണ കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി ചെറിയ തുകകൾ പിൻവലിക്കുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ ചാർജസ് സേവ് ചെയ്യാൻ കഴിയും. നമ്മൾ പരിചയപ്പെടുത്തിയ പുതിയൊരാളെ കാറ്റലിസ്റ്റ് ആയി ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമ്മുടെ റഫറൽ ലിങ്ക് എങ്ങനെയാണ് നൽകേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായി നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ മെനു ഓപ്ഷനിൽ പോകുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് നമുക്ക് റഫറൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നോക്കിയാൽ നമ്മുടെ റഫറൽ ലിങ്ക് കാര്യങ്ങൾ കാണാൻ കഴിയും. ആ റഫറൽ ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് നൽകിയാൽ അദ്ദേഹം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ബാക്കി പേയ്മെന്റ് എല്ലാം ചെയ്യേണ്ടതാണ്. അങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമ്മുടെ സൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ റഫറൻസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ആളുടെ പേരും മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ കീഴിൽ ഒരാൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കണം നമ്മൾ ആ പേയ്മെന്റ് കാര്യങ്ങൾ പ്രോസസ് എല്ലാം പൂർത്തിയാക്കേണ്ടത്. ഇനി അവിടെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ലിങ്ക് നൽകിക്കൊണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ആ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാവൂ. കാരണം നമ്മുടെ കീഴിൽ ജോയിൻ ചെയ്ത ആളുകളുടെ വരുമാനം നമുക്ക് സ്ഥിരമായി ലഭിക്കുന്നതിന് ആ ഒരു ക്രോസ് ചെക്കിംഗ് ആവശ്യമാണ്.